ചരിത്രപ്രസിദ്ധമായ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഒരാഴ്ച നീളുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PM മഹേഷ് നമ്പൂതിരി, കാരാട്ട് സദാനന്ദൻ, PN ഭവിത്രാധൻ നമ്പൂതിരി, വേദപുരത്ത് സത്യനാരായണൻ, N ഉണ്ണികൃഷ്ണൻ, P രാജേഷ്, മേൽശാന്തി ഊരേങ്കര സിനോജ് നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. പാൽപായസത്തിനുള്ള സമയമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ. കാരണം ഭാഗവത സപ്താഹത്തിൻ്റെ മഹാത്മ്യം ആണല്ലോ അതിലും പ്രധാനം. അപ്പോൾ ആ മഹാത്മ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ട സമയം അവർക്ക് ലഭ്യമാകുമ്പോഴാണ് അവരത് ഭംഗിയായി നിങ്ങളിലേക്ക് പകരുക. സുഗമഹർഷിയാൽ പ്രതിഷ്ഠിതമായ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നു എന്ന് പറയുമ്പോൾ വൈകുണ്ഠവും കൈലാസവും ഒന്നിച്ചു ചേരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മഹാദേവൻ്റെ അതിപൂർവമായ വിദ്യാസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് തന്നെ ലോകത്തിന് പഠിക്കാൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ യജ്ഞാചാര്യനും കർത്തേടം കൃഷ്ണൻ നമ്പൂതിരി, വടശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരുമായാണ് സപ്താഹം നടത്തുന്നത്. കലവറ നടക്കൽ, ആചാര്യവരണം എന്നിവയും നടന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ വൈകുന്നേരം 7 വരെ ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര. അതിനുശേഷം തിരുവാതിര കളിയും നടക്കും. NCV ന്യൂസ്, എടപ്പാൾ.